ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എങ്ങനെ രണ്ട് സഭകൾ ഒന്നായി ഐക്യത്തോടെ പ്രവർത്തിക്കാം എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഒരു സാഹോദര്യ ബന്ധം സാധ്യമാകുന്നത്. അത് സഭകൾ തമ്മിൽ എന്നതല്ല, വ്യക്തികൾ തമ്മിൽ, ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യരെന്ന നിലയിൽ, വിശ്വാസ സമൂഹം എന്ന നിലയിൽ, ഒരു ഇടവക സമൂഹം എന്ന നിലയിൽ, ഒരു സഭയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒരു സമൂഹത്തിൽ തങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു നല്ല സാഹോദര്യ ബന്ധം സാധ്യമാകുന്നത്. അതിനെ വേദപുസ്തകം നൽകുന്ന കൃത്യമായ മാതൃക ഉദാഹരണം എന്നാണ് നാം ധ്യാനിക്കുന്നത്. ഇന്ന് വേദഭാഗമായി വായിച്ച ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് ദൈവത്തെ മുഖാമുഖമായി കാണുന്ന, ദൈവത്തോട് മല്ലിടുന്ന, ദൈവത്തെ അങ്ങനെ മുഖാമുഖമായി കണ്ട്, തിയോഫണിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നു, മുഖാമുഖമായി കണ്ട് ദൈവത്തെ അഭിമുഖീകരിച്ച് യാക്കോബ് ഇസ്രായേലായി മാറുന്ന ദിവ്യമായ അനുഭവത്തെ ആണ് ഇന്ന് വേദഭാഗമായി നാം വായിച്ചത്. നമുക്ക് തുടർന്ന് 1-2 വാക്യങ്ങളിലൂടെ വായിക്കാം. 33-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് ഏൽ എലോഹേ ഇസ്രായേൽ എന്ന പേരിട്ടു. 33-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് വായിക്കാം. 32-ന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോട് കൂടെ 400 ആളും വരുന്നത് കണ്ടു. തന്റെ മക്കളെ ലേയുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിദാസന്മാരെയും അവരുടെ മക്കളെയും മുമ്പായും, ലേയെയും അവരുടെ മക്കളെയും പിന്നാലെയും, റാഹേലിനെയും യോസഫിനെയും ഒടുക്കമായി നിർത്തി. അവൻ അവയ്ക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്ന് ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ നാഥനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഒരാഴ്ച നീണ്ടുനിന്ന ഈ കൺവെൻഷന്റെ സമാപന ദിവസത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തിന്റെ മാധുര്യമേറിയ ശബ്ദം കേൾക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ആയിത്തീരേണ്ടതുപോലെ ആയിത്തീരുവാൻ, യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായ സാക്ഷ്യം ഞങ്ങളുടെ ബന്ധങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കണം. കർത്താവിന്റെ ആത്മാവിൽ വചനത്തിന്റെ പൊരുൾ തിരിക്കുവാൻ അടിയനെയും ദൈവം സഹായിക്കണം. കേൾക്കുന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ദൈവത്തിന്റെ ശക്തിയേറിയ ഇരുവായുത്തിലുള്ള വാൾ കർത്താവെ ഹൃദയത്തെ ഭേദിക്കുന്ന ജീവന്റെ അനുഗ്രഹത്തിന്റെ സന്തോഷാനുഭവമായി തീരുവാനിടയാകും. വചനത്തിനുമ്പാകെ അടിയങ്ങളെ തന്നെ വിനയപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. വളരെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു യുവാവ് ഓടി വരികയാണ്. ഓടി വരുമ്പോൾ അവന്റെ ദീർഘദൂര യാത്രയ്ക്കുള്ള ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ മൂവ് ചെയ്യുവാനായിട്ട് തുടങ്ങി. ഈ ഓട്ടത്തിനിടയിൽ അന്ധനായി, അങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നതിന് ഈ കാലത്ത് തെറ്റാണ്, കാഴ്ചയിൽ പരിമിതിയുള്ളവൻ, വിഷ്വലി ചാലഞ്ച്ഡ് എന്നാണ് നമുക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അന്ധനായ ഒരു മനുഷ്യൻ കുറെ കളിപ്പാട്ടങ്ങളുമായി വിൽക്കാനായി ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ടായി. എന്നാൽ യുവാവ് തനിക്ക് എങ്ങനെയെങ്കിലും ഈ ട്രെയിനകത്തേക്ക് കയറണമെന്ന് വിചാരിച്ച് ഓടി മുൻപോട്ട് പോകുന്ന മധ്യേ ഈ അന്ധനായവന്റെ കുട്ട തട്ടിക്കളഞ്ഞിട്ടാണ് പോകുന്നത്. കുറച്ചു ദൂരം ഓടിക്കഴിയുമ്പോഴാണ് എന്തോ ഒന്ന് ഹൃദയത്തിൽ ഇങ്ങനെ നോവുന്നത് പോലെ ഈ ചെറുപ്പക്കാരന് തോന്നുന്നു. താൻ എന്തോ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു, അപരാധം ചെയ്തിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ അന്ധനായവൻ തന്റെ കളിപ്പാട്ടങ്ങളെല്ലാം പ്ലാറ്റ്ഫോമിലൂടെ ഓടിപ്പോയ കളിപ്പാട്ടങ്ങളെല്ലാം തിരികെ കുട്ടയ്ക്കകത്തേക്ക് ഇടാനായിട്ട് ശ്രമിക്കുകയാണ്. ചെറുപ്പക്കാരൻ ട്രെയിനിൽ കയറാതെ മടങ്ങി വന്ന് ഈ കുട്ടയിലേക്ക് ഓരോ കളിപ്പാത്രങ്ങളും ഇടാൻ തുടങ്ങി. അവസാനത്തെ കളിപ്പാട്ടം ഇടുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അന്ധനായവനോട് പറഞ്ഞു, എല്ലാ കളിപ്പാട്ടങ്ങളും ഈ കുട്ടയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്, ഇനി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിനക്കൊന്നും നഷ്ടമായിട്ടില്ല.
ഈ അന്ധനായവൻ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുക, നിങ്ങൾ ക്രിസ്തുവാണ്, നിങ്ങൾ ക്രിസ്തുവാണ്. എന്നിട്ട് ഈ അന്ധനായവൻ പറഞ്ഞു, കാഴ്ചയിൽ പരിമിതിയുള്ളവൻ പറഞ്ഞു, എന്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. യേശു കർത്താവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ കഥകളിൽ നിന്റെ ഗന്ധമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ചെയ്തികൾ നിന്റെ ചെയ്തികളാണ്. നിന്റെ ചെയ്തികളും നിന്റെ ഭാഷയും നിന്റെ ഗന്ധവും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നീ ക്രിസ്തുവാണ്. എന്നാണ് നാം ക്രിസ്തുവായിത്തീരുന്നത്? എന്നാണ് നമ്മിലെ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുന്നത്? എപ്പോഴാണ്? ക്രിസ്ത്യാനി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഈ പേര്, ഈ ബെയർ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ പേർ ധരിക്കുന്ന നാം എന്നാണ് ക്രിസ്തുവിനെ പോലെ സംസാരിക്കാൻ, ക്രിസ്തുവിനെ പോലെ പെരുമാറാൻ, ക്രിസ്തുവിനെ പോലെ പ്രതികരിക്കാൻ, ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാൻ, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും സാക്ഷ്യപ്പെടുത്തുവാനും സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. യാക്കോബിന്റെ ചരിത്രം 25-ാമത്തെ അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുക. ധാരാളം അനുഭവങ്ങൾ നമുക്ക് യാക്കോബിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വായിക്കാനും ധ്യാനിക്കുവാനും ഒക്കെ സാധിക്കും. ഇന്ന് നമ്മൾ കുറിവാക്യമായി തെരഞ്ഞെടുത്ത വേദഭാഗമെല്ലാം യാക്കോബിന്റെ പെനീയൽ സംഭവം എന്നറിയപ്പെടുന്ന, ദൈവത്തെ മുഖാമുഖമായി കണ്ട, ദൈവത്തോട് മല്ലുപിടിക്കുന്ന, യാക്കോബിന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്ന പെനീയൽ സംഭവമാണ് ഇന്ന് നമ്മൾ കുറിവാക്യമായി വായിച്ചതും വേദഭാഗമായി വായിച്ചു കേട്ടത്. ദൈവത്തോട് മൽപ്പിടുത്തം നടത്തുന്ന യാക്കോബ് ഇപ്രകാരമാണ് ആവശ്യപ്പെടുന്നത്. 26-ാമത്തെ വാക്യം, 32-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. എന്നെ വിടുവിൻ, വിശ്വസ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആരാണ് യാക്കോബ്? യാക്കോബിന്റെ ചരിത്രം നമുക്കറിയാം. യാക്കോബ് വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നുമില്ലാത്തവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, പരാജിതനായി, ജീവിതത്തിൽ തോൽവി മാത്രം ഏച്ചവനായി യാക്കോബ് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന യാക്കോബല്ല മടങ്ങി വരുന്നത്. യാബോക്ക് കടവിൽ നിൽക്കുന്ന യാക്കോബ് മഹാസമ്പന്നനായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 30-ാം അധ്യായം 43-ാമത്തെ വാക്യം, അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. 31-ാം അധ്യായം 18-ാമത്തെ വാക്യം, തന്റെ കന്നുകാലികളെ ഒക്കെയും താൻ സമ്പാദിച്ച സമ്പത്ത് ഒക്കെയും താൻ പദ്ദനരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തന്റെ അപ്പനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ പോകുവാൻ പുറപ്പെട്ടു. അപ്പോൾ 30-ാമത്തെ അധ്യായവും 31-ാമത്തെ അധ്യായവും വളരെ കൃത്യതയോടുകൂടെ നമ്മെ വെളിപ്പെടുത്തുന്നുണ്ട്. യാക്കോബ് മഹാസമ്പന്നനായി. He was immensely rich. മഹാസമ്പന്നനായ യാക്കോബ് എന്ത് അനുഗ്രഹമാണ് ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യമാണ് നാം ഇന്ന് ചോദിക്കേണ്ട ചോദ്യം. ഇത്രമാത്രം സമ്പത്തുള്ള യാക്കോബ് ഇനിയും എന്ത് അനുഗ്രഹമാണ് പ്രാപിക്കാനായി ആഗ്രഹിക്കുന്നത്? ഇതിന്റെ കണ്ടിന്യൂഷനായി 33-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, യാക്കോബ് ആഗ്രഹിച്ച സമ്പത്ത്, അനുഗ്രഹം, മഹാസമ്പന്നനായ യാക്കോബ് ആഗ്രഹിച്ച സമ്പത്ത് ജ്യേഷ്ഠനുമായിട്ടുള്ള ബന്ധത്തെ വിളക്കി ചേർക്കുക എന്നുള്ളതാണ്. അതായത് ഇനി ഞാൻ സമ്പന്നനാകേണ്ടത് എന്റെ ബന്ധങ്ങളിലാണ്. ഒരാഴ്ച നീണ്ടു നിന്ന ഈ കൺവെൻഷനിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, കൺവെൻഷനുകൾ നമുക്ക് എപ്പോഴും സൂത്തിങ് ഗോസ്പൽസ് ആണ് ഇഷ്ടം. നമ്മെ ശല്യപ്പെടുത്താത്ത, നമുക്ക് നോവ് തരാത്ത, നമ്മെ ഡിസ്റ്റർബ് ചെയ്യാത്ത, നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന, നമ്മൾക്ക് രസങ്ങൾ തരുന്ന ദൈവവചനം കേൾക്കുന്നതിലാണ് നമുക്ക് താല്പര്യം. What do I really lack? എന്താണ് എന്റെ ജീവിതത്തിൽ ശരിക്കും ദാരിദ്ര്യമുള്ള മേഖലകൾ? മല്ലപ്പള്ളി അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. നമുക്ക് ഭൗതിക സമ്പത്തുണ്ട്, നമുക്ക് വീടുകളുണ്ട്, നല്ല വീടുകളുണ്ട്, വസ്തുക്കളുണ്ട്, അത്യാവശ്യം സാമ്പത്തികമായി
എല്ലാവരും മെച്ചപ്പെട്ടവരാണ്. ദാരിദ്ര്യമുള്ളവരുണ്ട് എങ്കിൽ പോലും എല്ലാ തരത്തിലും നമ്മൾ നോക്കിയാൽ ഭൗതികമായി നാം സമ്പന്നരാണ്. എന്നാൽ നമുക്ക് ദാരിദ്ര്യമുള്ള മേഖല ഇനിയും അനേകമുണ്ട്. നമ്മൾ സമ്പന്നരായി തീരേണ്ട മേഖലകൾ കണ്ടെത്തുന്നിടത്താണ് കൺവെൻഷൻ നടത്തുന്നതിൽ സാങ്കത്യമുണ്ട്. 104 വർഷത്തെ കൺവെൻഷന്റെ ചരിത്രം പറയുമ്പോൾ, ഒരാഴ്ച നീണ്ടുനിന്ന കൺവെൻഷനെ കുറിച്ച് നമ്മൾ വാദോരാതെ സംസാരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്താത്തോളത്തോളം കാലം കൺവെൻഷൻ നമുക്ക് അർത്ഥവത്താണ്. നമ്മൾക്ക് ദാരിദ്ര്യമുള്ള മേഖലകളെ കണ്ടെത്താത്തോളം കാലം, നമ്മളിൽ ഒരു അനുതാപമോ മാറ്റമോ പരിവർത്തനമോ ഇല്ലാത്തത്തോളം കാലം നമ്മൾ കൺവെൻഷൻ എന്തിനാണ് നടത്തുന്നത് എന്ന് ചോദിക്കണം. യാക്കോബ് യാബോക്ക് കടവിൽ വന്ന് നിൽക്കുമ്പോൾ യാക്കോബ് തനിയെ ശേഷിച്ചു നിൽക്കും നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു എന്നാണ്. അപ്പോൾ തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം യാബോക്ക് കടവിൽ നിൽക്കുന്ന യാക്കോബ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ യാക്കോബിന്റെ ഉള്ളിൽ ഈ ചോദ്യം ഉണ്ടായിരിക്കാം: എല്ലാ സമ്പത്തിന്റെ മധ്യയും എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എവിടേക്കോ ചില പരാജയങ്ങൾ, തോൽവികൾ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ചില മുറിവുകൾ ഉണ്ടായിരുന്നു. ഈ മുറിവുകളെ ഉണക്കുന്നിടത്തും നമ്മൾക്ക് പരിവർത്തനം ഉണ്ടാകുന്നിടത്തും യേശു കർത്താവുമായുള്ള രക്ഷാകരമായ ബന്ധത്തിൽ വളരുവാൻ സാധിക്കുന്നിടത്തുമാണ് വചന കേൾവി നമുക്ക് അനുഗ്രഹമായി. നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ പ്രത്യേകത, നാം ജീവിക്കുന്ന ലോകത്തിൽ വളരെ ഉപരിപ്ലവമായി ചിന്തിച്ചാൽ എല്ലാവരും വളരെ സന്തോഷമായി ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ബന്ധങ്ങൾ ഇത്രമാത്രം ശിഥിലമാക്കപ്പെട്ട ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ധാരാളം മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ തകർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ 10 വർഷം മുമ്പ് വിവാഹമോചനങ്ങളുടെ കണക്കെടുക്കുകയും 2024 കണക്കെടുക്കുകയും ചെയ്താൽ കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയ ഒരു വർഷം, ഡിവോഴ്സ് കേസുകൾ വർദ്ധിക്കുന്ന ഒരു കാലം. നമ്മൾ പത്രമോ ദൃശ്യമാധ്യമങ്ങളോ വായിക്കുകയോ കാണുകയോ ചെയ്താൽ ഇത്രമാത്രം സമൂഹത്തിന് അപജയം സംഭവിച്ചോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത, പണത്തിനും അധികാരത്തിനും സ്വത്തിനും ആഡംബരത്തിനും വില കൂടുന്ന ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങളെ വിളക്കി ചേർക്കുക എന്നുള്ളത് നാം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. രാജ്യങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ കലഹങ്ങളും ചണ്ടകളും വർദ്ധിക്കുന്ന ഒരു പ്രത്യേക ചുറ്റുപാടുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ സമൃദ്ധി ധാരാളമായി ഉണ്ടാകാം, ഭൗതികമായി നമ്മൾ സമ്പത്തുള്ളവരാകാം, നേട്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ വലിയ നേട്ടങ്ങളാകാം നമുക്കുള്ളത്. പൊങ്ങച്ചങ്ങൾ പറയുമ്പോൾ പൊങ്ങച്ചം പറയാൻ ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ എവിടെയാണ് പിഴവുകൾ സംഭവിച്ചത്, എവിടെയാണ് പരാജയങ്ങൾ സംഭവിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യം. യാക്കോബ് ധനവാനായി എന്ന് പറയുമ്പോൾ തന്നെ യാക്കോബിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിന് പിന്നിൽ ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രമുണ്ട്. അത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. വഞ്ചനയുടെയും ചതിയുടെയും ചരിത്രമില്ലാതെ ഒരു വിജയങ്ങളും ഈ ലോകത്തിലില്ല എന്ന് നമ്മൾ ചിലപ്പോൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. സാറാ ജോസഫ് എഴുതിയ പുസ്തകമാണ് കറ എന്ന പുസ്തകം. കറ എന്ന പുസ്തകത്തിൽ സൊദോം ഗൊമോറ എങ്ങനെയാണ് ഇത്രമാത്രം റിച്ച് ആയത് എന്ന് പറയുന്നു. സൊദോം ഗൊമോറ റിച്ച് ആയതിന് കാരണം സാറാ ജോസഫ് കണ്ടെത്തുന്നത് പല എക്സ്ട്രാ ബിബ്ലിക്കൽ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ആ പുസ്തകത്തിന്റെ റിസർച്ച് നടത്തുന്നത്. ഇസ്രായേലിലേക്ക് പോയി, ജെറുസലേമിലേക്ക് പോയി, ലൈബ്രറികളൊക്കെ വായിച്ച്, ആന്ത്രപ്പോളജി വായിച്ച്, ഹിസ്റ്റോറിക്കൽ ബുക്സുകൾ വായിച്ച്, ആ കാലഘട്ടത്തിലെ സോഷ്യോ പൊളിറ്റിക്കൽ റീഡിംഗ് എല്ലാം നടത്തിയതിനു ശേഷം സാറാ ജോസഫ് പറയുകയാണ് സൊദോം ഗൊമോറ അനുഗ്രഹിക്കപ്പെട്ടത്. അനുഗ്രഹം എന്ന വാക്കിലാരെ not every blessing is given by the Lord but by the Satan എന്ന് പറയാറുണ്ട്. ചില അനുഗ്രഹങ്ങൾ പിശാചിന് കൊടുത്തതുകൊണ്ട് സൊദോം ഗൊമോറ അനുഗ്രഹിക്കപ്പെട്ടത്, ആ ഭാഷയിൽ പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടത് കറ, കറുപ്പ്, ഒപ്പിയം, മനുഷ്യനെ ലഹരിയിലാക്കുന്ന ഒപ്പിയത്തിന്റെ കച്ചവടം കൊണ്ടാണ് സൊദോം ഗൊമോറ നഗരം വളർന്നതും പണമുണ്ടാക്കിയത്. എന്നിട്ട് കറ എന്ന പുസ്തകത്തിൽ സാറാ ജോസഫ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഗോത്രവിഭാഗത്തിലെ ആളുകൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ തിന്നുന്ന ദൈവങ്ങളെ കുറിച്ച് മാത്രമേ മനസ്സിലാക്കിയിരുന്നുള്ളൂ.
മനുഷ്യനെ തിന്നുന്ന ദൈവം, യാഗങ്ങൾ നടത്തുക, മനുഷ്യനെ തിന്നുന്ന ദൈവം. എന്നാൽ പിന്നീട് ഈ സാധോസുന്ദരൻ പറയുന്ന മനുഷ്യനുണ്ടായ വലിയ പരിവർത്തനം പറയുന്നത് ദൈവത്തെ തിന്നുന്ന മനുഷ്യനിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിയൻ, സംസർഗത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന വിശുദ്ധ കുർബാന എന്ന വലിയ തലത്തിലേക്ക് മനുഷ്യന് പരിവർത്തനം ഉണ്ടായി എന്നവരെ ഖറ എന്ന പുസ്തകം സൂചിപ്പിക്കുന്നു. അപ്പോൾ ചില വിജയങ്ങൾക്ക് പിന്നിൽ ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രമുണ്ട്. ചില ആർജിക്കെടുക്കലിന്റെ പിന്നിൽ, കൂട്ടിവെക്കലിന്റെ പിന്നിൽ വഞ്ചനയുടെയും ചതിയുടെയും ചരിത്രമുണ്ട് എന്ന് ഈ ലോകത്തിലെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് യാക്കോബിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ചിന്തിക്കാം. അത് വളരെ ലളിതമായ വാക്കുകളാണ്, പക്ഷേ നമ്മൾ എഴുതുന്നവരാണെങ്കിൽ ഈ എഴുതുന്നതിനേക്കാൾ അപ്പുറമാണ് ഇതിന്റെ അർത്ഥവും വ്യാപ്തിയും. ഒന്ന്, യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അനുതപിക്കുകയും അനുരഞ്ജനപ്പെടുകയും ചെയ്യും. We have to confess and reconcile. There are areas where we have to reconcile each other. നമുക്ക് അനുരഞ്ജനം ഉണ്ടാകേണ്ട ചില മേഖലകൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അനുതാപം ഒരു തോട്ട് പ്രോസസ് ആണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാം. We confess our sins. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ പാപങ്ങളെ പറയുന്നു. We confess our sins. It's a thought process. പക്ഷേ അനുരഞ്ജനം എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയന്റഡ് ആണ്. Unless we reconcile with people whom we have an issue, we will never be able to achieve the real blessing. യഥാർത്ഥമായ അനുഗ്രഹം നാം പ്രാപിക്കണമെങ്കിൽ അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ യാക്കോബിനെ കുറിച്ച് പറയുന്നത് പേരിന്റെ പൂർവികൻ എന്നാണ്. ഇപ്പോണിമസ് ആൻസിസ്റ്റർ എന്ന വാക്കാണ് വേദപുസ്തക പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നത്. പേരിന്റെ പൂർവികൻ, അതായത് ഇസ്രായേൽ എന്ന പേരിന്റെ പൂർവികനാണ് യാക്കോബ്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ജോസഫിന്റെ ദൈവം എന്ന നിരന്തരമായി പ്രാർത്ഥനകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചും മാത്രമല്ല, ഈ തലമുറകളെ അനുഗ്രഹിച്ച് നടത്തിയ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. So the most significant thing is the Almighty God. ഈ ആളുകളെല്ലാം വളരെ സാധാരണക്കാരാണ്. അവരാരും അമാനുഷികരായ ആളുകളായിരുന്നില്ല. They were capable of lying. They were capable of deceit. They were capable of selfishness. അവരാരും അമാനുഷികരായ എല്ലാം തികഞ്ഞ ആളുകളായിരുന്നില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ വേദഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുക. യാക്കോബിന്റെ ജനനം 25-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. വഞ്ചന നമ്പർ 1. ജനനം മുതൽ ഏശാവിന്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം, അവിടെ പായസം കൊടുത്ത് ജ്യേഷ്ഠനിൽ നിന്നും ബർത്ത് റൈറ്റ് നേടിയെടുക്കുന്നു. 27-ാം അധ്യായം, ജ്യേഷ്ഠന് ലഭിക്കേണ്ട അനുഗ്രഹം, അപ്പനിൽ ലഭിക്കേണ്ട അനുഗ്രഹം തട്ടിയെടുക്കുന്നു. ഇവരുടെ ചരിത്രം നമുക്കറിയാം. യാക്കോബിന്റെ ചരിത്രം വളരെ സുപരിചിതമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ജ്യേഷ്ഠനെ വഞ്ചിച്ച, അപ്പനെ വഞ്ചിച്ച, എല്ലാം നഷ്ടപ്പെട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്ന യാക്കോബ് പെനിയേൽ സംഭവത്തിൽ ദൈവത്തോട് നിരപ്പിലാകുന്നതാണ് നാം വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കണം. ഏശാവിന്റെയും യാക്കോബിന്റെയും ജ്യേഷ്ഠാനുജന്റെ ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ആരാണ് നമ്മുടെ ശത്രു? ആരാണ് നമ്മുടെ ശത്രു? Who is our enemy? ഈ ശത്രുവിനെ പലപ്പോഴും നമ്മൾ പൊളിറ്റിക്കൽ കൺസ്ട്രക്റ്റിൽ നിന്നുകൊണ്ടാണ് ശത്രുവിനെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ചില ബ്രാൻഡഡ് ശത്രുക്കളുണ്ട്. നമുക്കെതിരെ കേസ് കൊടുത്തവർ, നമുക്കെതിരെ ശത്രുതയോടെ നിൽക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ, അങ്ങനെ ചില ബ്രാൻഡഡായ ചില ശത്രുക്കളുണ്ട്. എന്നാൽ ശത്രു എന്ന് പറയുന്നത് ആരോടാണോ നമുക്ക് വിദ്വേഷവും നീരസവും ഉള്ളത് അവരോടെല്ലാം നാം പുലർത്തുന്നത് ശത്രുതയാണ്, എനിമിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളിലെല്ലാം, അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പോലും, അയൽ ബന്ധങ്ങളിൽ പോലും, സഭാ ജീവിതത്തിൽ പോലും ഈ ശത്രുതയെ നമുക്ക് ഒളിഞ്ഞും മറഞ്ഞും കാണാനായിട്ട് സാധിക്കും.
നമ്മുടെ ഇടവകളിൽ, അത് CSI ആണെങ്കിലും മാർത്തോമയിലാണെങ്കിലും ഇടവകയിൽ ഒരാൾക്ക് ഒരു കമ്മിറ്റി അംഗം എന്ന നിലയിൽ കാലങ്ങൾ ഇരുന്നതിന് ശേഷം ഒന്ന് നഷ്ടപ്പെടുത്തിയാണ്. അതായത് അദ്ദേഹത്തിന്റെ പേര് പറയാതിരുന്നാണ്. പിന്നെ പള്ളി മുഴുവൻ ശത്രുക്കളാവുമെന്നാണ്. അപ്പൊ ശത്രുത എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഒളിഞ്ഞും മറഞ്ഞും നമ്മുടെ സമൂഹത്തിൽ കാണാവുന്നതാണ്. എന്നാൽ എവിടെയാണോ നിരപ്പുണ്ടാകുന്നത് അവിടെയാണ് സുന്ദരമായ സന്തോഷകരമായ ജീവിതം സാധ്യമാകുന്നത്. അനുതാപം ഉണ്ടാകണമെങ്കിലും നിരപ്പുണ്ടാകണമെങ്കിലും അനുരഞ്ജനം ഉണ്ടാകണമെങ്കിലും ദൈവദത്തമായി നമ്മളിൽ മറവി ഉണ്ടായെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അതായത് ചില നഷ്ടങ്ങൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും പൊറുക്കാനും ക്ഷമിക്കാനും തയ്യാറാകുന്നിടത്ത് മാത്രമേ അനുതാപം സാധിക്കൂ. നമ്മൾ വലിയ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറയുമ്പോഴും യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ചിലതെല്ലാം നമ്മൾ മറക്കത്തില്ല, ചിലരോട് നമ്മൾ പൊറുക്കത്തില്ല. അപ്പൊ ചിലരോട് പൊറുക്കാതിരിക്കുക, ചില കാര്യങ്ങൾ മറക്കാതിരിക്കുക, ഞാൻ ചത്താലും മറക്കത്തില്ല എന്ന് പറയുകയും നമ്മളിൽ അനേകം ഉണ്ടാകുകയും ചെയ്യണമെന്ന് പറയുന്നത് വൈരുദ്ധ്യം. അപ്പോൾ മറക്കാൻ സാധിക്കുക, മറന്നിടപെടാൻ സാധിക്കുക. ഏശാവിൽ കണ്ടൊരു വലിയ ക്വാളിറ്റി ഏതാണ് നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ കാണുന്നത്. 400 പേരുമായി ഏശാവ് 30 അധ്യായമാണ് കാണുന്നത്. യാക്കോബിനെ തേടി വരുമ്പോൾ അവിടെ നഷ്ടമുണ്ടായത് ഏശാവിനായിരുന്നു. ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു, അനുഗ്രഹം നഷ്ടപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, അനുജൻ തന്നെ അപമാനിച്ചു. അപ്പോൾ നഷ്ടമുണ്ടായത് ഏശാവിനാണ്. എന്നാൽ തന്റെ നഷ്ടം മറന്നുകൊണ്ട്, തന്നോട് ചെയ്തത് മറന്നുകൊണ്ട് ഏശാവിന് യാക്കോബിനെ ചേർത്ത് നിർത്താൻ സാധിച്ചു എന്ന് പറയുന്ന വലിയ കാര്യം. അവിടെ വിവാഹമോചനത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഭാര്യ ബന്ധത്തിൽ വർഷങ്ങൾ ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്നവർ, ഒരുമിച്ച് ജീവിച്ചവർ, ഒരു സുപ്രഭാതത്തിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ, സൺഡേ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ശത്രുക്കളെ പോലെ പെരുമാറും. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ പോലെ പെരുമാറും. തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഭാഷ മാറുന്നു, സമീപനങ്ങൾ മാറുന്നു. ജീവിതത്തിന്റെ ചില നിർണായക നിമിഷങ്ങളിൽ യാബോക്ക് കടവിൽ യാക്കോബ് വന്നതുപോലെ ഒരു ടേണിംഗ് പോയിന്റ് നമ്മൾക്ക് ആവശ്യമാണ്. ഒരു ടേണിംഗ് പോയിന്റ്. ഈ ടേണിംഗ് പോയിന്റിനെ സഹായിക്കുന്നതാണ് കൺവെൻഷൻ. നമ്മൾ ഒരാഴ്ച നീണ്ടു നിന്നു, എല്ലാ ദിവസവും വചനം കേട്ടു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ടിക്കിടുമ്പോഴും, ഈ ബോക്സിൽ ടിക്കിടുമ്പോഴും, എല്ലാ ദിവസവും ഞാൻ വന്ന് വചനം കേട്ടു എന്നൊക്കെ പറഞ്ഞ് ടിക്കിടുമ്പോഴും ഒരു ടേണിംഗ് പോയിന്റ് ഇല്ലെങ്കിൽ നമ്മൾ ഈ കേട്ടതുകൊണ്ട് ചേമ്പലയിൽ വീഴുന്ന വെള്ളം പോലെ കേട്ടതുകൊണ്ട് അതായത് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും നമ്മൾ ദൈവവചനം കേട്ടതുകൊണ്ടും, ക്രിസ്ത്യാനിയായി ജീവിച്ചതുകൊണ്ടും, പള്ളിയിൽ പോയതുകൊണ്ടും, ആരാധിച്ചതുകൊണ്ടും, നമ്മളെ നിരന്തരമായി ചില ഓർമ്മപ്പെടുത്തലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കൺവെൻഷൻ നടത്തുന്നത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ആരാധിക്കുന്നത് മോശമാണെന്ന് പറയുന്നില്ല, പള്ളിയിൽ പോകുന്നത് മോശമാണെന്ന് പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും നമ്മുടെ ആധ്യാത്മികത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. എന്നാൽ നമ്മളിലെ കുറവുകൾ കണ്ടെത്താൻ സാധിക്കുക. വാട്ട് ഡു ഐ റിയലി ലാക്ക്? എവിടെയാണ് ഞാൻ പിഴച്ചുപോയത്? എവിടെയാണ് ഞാൻ നഷ്ടപ്പെട്ടത്? എന്റെ ബന്ധങ്ങളിലാണ് എനിക്ക് ഇനി സമ്പന്നത ഉണ്ടാകേണ്ടത്. ഞാൻ ഇനി സമ്പന്നനാകേണ്ടതിന്റെ ബന്ധങ്ങളിലാണ് യാക്കോബ് കണ്ടെത്തുന്നിടത്താണ് യാക്കോബ് ഇസ്രായേലായിട്ട്. ഇൻ ടു ദ വൈൽഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് അറിയാം. അതിൽ ഒരു യുവാവിനെ കുറിച്ചാണ്. അയാളുടെ ഐഡന്റിറ്റി എല്ലാം നഷ്ടപ്പെടുത്തണമെന്ന് അയാൾ ഒരു ദിവസം ആഗ്രഹിച്ചു. ഈ ഐഡന്റിറ്റി വലിയൊരു കുഴപ്പമാണ്, സിറ്റിസൺ ആയിരിക്കുന്ന ഒരു കുഴപ്പമാണ്. അപ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കത്തിച്ചു കളഞ്ഞു, ID കാർഡെല്ലാം കത്തിച്ചു കളഞ്ഞു. ഒരിക്കലും തന്നെ തിരിച്ചറിയാവുന്ന വിധത്തിൽ എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം നശിപ്പിച്ചു. അതിനുശേഷം അയാൾ ഒരു വനത്തിലേക്ക് പോകും. അതാണ് ആ കഥ പറയുന്നത്. അവിടെ മാജിക് ബസ് എന്നറിയപ്പെടുന്ന ഒരു ബസ്, പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബസ് ഈ കാടിനടുത്ത് കിടപ്പുണ്ടായിരുന്നു. അവിടെ അഭയം തേടുകയാണ്. കുറേ ദിവസം കയ്യിലുണ്ടായിരുന്ന ബ്രെഡും പഴങ്ങളും എല്ലാം കഴിച്ചു, സർവൈവ് ചെയ്തു. പിന്നീട് കാട്ടിലേക്ക് ഇറങ്ങി, കാട്ടിലെ പഴങ്ങൾ പറിച്ചു തിന്നു. അങ്ങനെയും കുറച്ച് സർവൈവ് ചെയ്തു. പിന്നീട് പഴങ്ങളെല്ലാം തീർന്നപ്പോൾ ഇലകൾ ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കഴിച്ച ഒരു ഇല അത്
പോയിസണസ് ആയ ഒരു ഇലയാണ്. ആ ഇല കഴിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ മരിക്കാനായിട്ട് പോവുകയാണ്. വലിയ കാലമൊന്നും ഇനി ഉണ്ടാകത്തില്ല, പെട്ടെന്ന് മരിക്കും. എന്നാൽ ഇങ്ങനെ മരണത്തെ അഭിമുഖീകരിച്ച ചെറുപ്പക്കാരൻ തിരിച്ചറിയുകയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് താൻ കത്തിച്ചു കളഞ്ഞ സർട്ടിഫിക്കറ്റ് അല്ല, താൻ കത്തിച്ചു കളഞ്ഞതും തിരികെ കൊടുത്തതും നഷ്ടപ്പെടുത്തിയതുമായ പൊസഷൻസ് അല്ല, തനിക്കുണ്ടാകാമായിരുന്ന സമ്പത്തുമല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്, ബന്ധങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടോ ബന്ധങ്ങളെ നമ്മൾ ഗൗരവമായി കാണും. എന്തുകൊണ്ടോ ഗൗരവമായി വേദപുസ്തകം നമുക്ക് നൽകുന്ന മാതൃക, ചില പ്രതിസന്ധികൾ മാറണമെങ്കിൽ ഒരു സമൂഹം കൂട്ടായി നിൽക്കണം. ഒറ്റയ്ക്ക് ആർക്കും ഒരു പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. ഒരു കൂട്ടത്തിന്റെ പിന്തുണ വേണം. അത് ഒരു കോവിഡ് കാലത്തിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് ആർക്കും ഏകരായി ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. മൈഗ്രേഷന്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ അനേകം ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ, പത്തനംതിട്ട ജില്ല വിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, മാതാപിതാക്കൾ ഒറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഇനിയും പട്ടിണി കിടക്കാതെ ചാകാതെ ജീവിക്കണമെങ്കിൽ നല്ല അയൽബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അല്ലെ ആരും കാണത്തില്ല, പട്ടിണികൾ മരിച്ചു. അത്രമാത്രം ഭീകരമായ അവസ്ഥയിലേക്കാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ എലീശ പ്രവാചകന്റെ അടുക്കൽ പ്രവാചക ശിഷ്യരിൽ ഒരുത്തന്റെ ഭാര്യ വന്ന് പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ തന്റെ പ്രതിസന്ധിയെ പ്രവാചകന്റെ അടുക്കൽ പറയുമ്പോൾ പ്രവാചകനോട് ചോദിക്കും, നിന്റെ പക്കൽ എന്താണ്? ഒരു ഭരണി എന്നെ അല്ലാതെ ഒന്നുമില്ല എന്നോട് പറയും. എന്നിട്ട് പ്രവാചകൻ പറയണം, നീ നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകണം, അയൽപാത്രങ്ങളിൽ നിന്നും അയൽപക്കങ്ങളിൽ നീ വെറും പാത്രങ്ങളെ വാങ്ങണം, നിന്റെ പക്കലുള്ള എണ്ണ ഈ വെറും പാത്രങ്ങളിലേക്ക് പകരണം. നമുക്കറിയാം ആ വേദഭാഗം, പകരണം. അങ്ങനെ നമ്മൾ വായിക്കുന്നു, പാത്രങ്ങൾ തീർന്നപ്പോൾ എണ്ണയും തീർന്നു പോയി. മടങ്ങി വന്ന് പ്രവാചകന്റെ അടുത്തേക്ക് മടങ്ങി വരുന്ന സ്ത്രീയോട് പ്രവാചകൻ പറയുന്നുണ്ട്, ശേഷിപ്പ് കൊണ്ട് എണ്ണ വിറ്റ് ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക. ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെയാണ്, 5 തലമുറ ജീവിക്കുക എന്നുള്ളതല്ല, ശേഷിപ്പ് കൊണ്ട് ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് മാത്രമാണ്. എന്നാൽ ആ സംഭവത്തിൽ, ആ അത്ഭുതത്തിൽ പ്രവാചകൻ ഈ സ്ത്രീയെ പഠിപ്പിക്കുന്നത്, നിന്റെ പ്രതിസന്ധി നീ ഒറ്റയ്ക്കല്ല നേരിടേണ്ടത് എന്നാണ്. നിന്റെ പ്രതിസന്ധിയെ നീ നേരിടേണ്ടത് ഒരു കൂട്ടമായിട്ടാണ്, ഒരു വലിയ സഹോദരി ബന്ധത്തിലാണ്, നല്ല അയൽപക്കങ്ങളുമായുള്ള ബന്ധത്തിലാണ്. നിന്റെ സഹോദരനില്ല എങ്കിൽ, നിന്റെ സഹോദരി ഇല്ല എങ്കിൽ, നിന്റെ കുടുംബത്തിലുള്ളവരില്ല എങ്കിൽ, നിന്റെ പ്രിയപ്പെട്ടവരില്ല എങ്കിൽ നിനക്കൊരിക്കലും നിന്റെ പ്രതിസന്ധിയെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല. പോൾ കലാനിധിയുടെ പുസ്തകമാണ് When Breath Becomes Air. ഈ പുസ്തകത്തിൽ പോൾ കലാനിധി എന്ന ഡോക്ടർ അമേരിക്കയിലെ ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു രോഗിയുടെ മാനസികാവസ്ഥ ഞാൻ രോഗിയായി തീർന്നപ്പോഴാണ് സാർ. നമുക്കറിയാം, ഡോക്ടേഴ്സ് രോഗികളെ കണ്ട് അവരിലെ അവരുടെ ഹൃദയം അങ്ങനെ കട്ടിയാകും. അവർക്കിതൊരു പറയുന്നത്, നിനക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലാത്തൊരു സമയത്തിലേക്ക് വരും. പോൾ കലാനിധി രോഗിയായി തീർന്നപ്പോഴാണ് രോഗികളുടെ വ്യഥയെ തിരിച്ചറിയുന്നത്. പോൾ കലാനിധി പറയുകയാണ്, ഇനിയും 6 മാസം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നോട് പറയുകയാണ്, ചുറ്റുമുള്ള ബന്ധങ്ങളെ നാം ചെറുതായി കാണുക. നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെ നാം ചെറുതായി കാണുക. അത് ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരാകാം, നല്ല സൗഹൃദങ്ങളാകാം. എന്നും എല്ലാവരും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകണം എന്നുള്ളതില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ do not take it for granted for the relationship that you have. നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ലളിതമായി കാണാൻ പാടില്ല. എപ്പോൾ വേണമെങ്കിലും ഈ മനുഷ്യർ നമ്മളിൽ നിന്നും നഷ്ടപ്പെടാം. നാം ഈ യേശാവിന്റെയും യാക്കോബിന്റെയും ജീവിതം പഠിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു മാതൃകയെ കുറിച്ച്, നല്ല ബ്രദർഹുഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കേണ്ട ചോദ്യം, ഇതൊരു രക്തബന്ധത്തെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്, അതോ ഈ ആരാണ് സഹോദരൻ എന്നുള്ള കണ്ടെത്തലൂടെ നമ്മൾക്ക് ആവശ്യമാണ്? കർത്താവ് ഈ ജഡ്ജ്മെന്റൽ ഡിസ്കോഴ്സസ് എന്ന് പറയുന്ന വേദഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം. അവിടെ തേജസ്സോടെ മനുഷ്യപുത്രൻ വരുമ്പോൾ അവന്റെ മുമ്പിൽ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചുകൊണ്ടൊക്കെ പറയുന്ന വേദഭാഗമാണ്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 45-ാമത്തെ വാക്യത്തിൽ
വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയൊരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാനിടത്തോളം എനിക്കാവുന്നു ചെയ്യാതെ. അപ്പോൾ സഹോദര്യ ബന്ധങ്ങളിലൂടെയാണ് നാം കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ സഹോദരനുമായി ഞാൻ മുറിവുകൾ സൃഷ്ടിക്കുകയും ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകളില്ലാതെ പെരുമാറുകയും ചെയ്യുമ്പോൾ കർത്താവിനോടുള്ള സാക്ഷ്യത്തെ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ സഹോദരൻ എന്ന് പറയുന്നത് രക്തബന്ധത്തിലുള്ളത് മാത്രം. ആരൊക്കെയാണോ ആവശ്യക്കാർ, പണത്തിന് മാത്രമല്ല, ആരൊക്കെയാണോ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണോ നമ്മുടെ സഹവാസം ആഗ്രഹിക്കുന്നത്, അവരെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്, അവരെല്ലാം നമ്മുടെ സഹോദരന്മാർ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന ഉപമയിലൂടെ കർത്താവ് പറയുമ്പോൾ ഈ കൂട്ടുകാരൻ രക്തബന്ധത്തിൽ ഉള്ളവനാകാൻ മാത്രമില്ല. ആരൊക്കെയാണോ നമുക്കുള്ള ചുറ്റുമുള്ള ജീവിതങ്ങൾ, എവിടേക്കാണോ നമ്മുടെ സഹായം നൽകേണ്ട ഇടങ്ങൾ, അതെല്ലാം ഗൗരവമായി കാണണം എന്ന വചനം പഠിപ്പിക്കുകയാണ്. കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്താണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ മൊഴികളിൽ യേശു കർത്താവ് കന്യകയായ മറിയത്തോട് പറയുന്നുണ്ട്, യേശു സ്നേഹിച്ച പ്രിയപ്പെട്ട ശിഷ്യനെ കാണിച്ചു, ഇതാ നിന്റെ മകൻ. യേശു താൻ സ്നേഹിച്ച ശിഷ്യനോട് യേശു പറയുന്നു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജന്മം കൊടുക്കാതെ തന്നെ മക്കളുണ്ടാകും. കർമ്മം കൊണ്ട് അമ്മയായി തീരാൻ സാധിക്കും, കർമ്മം കൊണ്ട് നല്ല സഹോദരനായി തീരാൻ സാധിക്കും, കർമ്മം കൊണ്ട് നല്ല സഹോദരിയായി തീരാൻ സാധിക്കും, നല്ല മാതൃത്വം ഈ ലോകത്ത് നൽകാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസവൃത്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതല്ലേ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. എപ്പോൾ സഹോദരനെ കാണേണ്ടതുപോലെ കണ്ടു കഴിയുമ്പോൾ നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. നാം ജീവിക്കുന്ന ലോകത്തിൽ നമ്മളുടെ സ്പിരിച്വാലിറ്റിക്കെല്ലാം ഒരു സ്വാർത്ഥതയുണ്ട്. അതായത് എന്നെയും എൻ്റെ ജീവിതത്തെയും അനുഗ്രഹിക്കുന്നതെയും ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെടുക, ഞാൻ മാത്രം സന്തോഷമുള്ളവരായിത്തീരുക, എനിക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെ ഗൗരവമായി കാണാതിരിക്കുക. പെനിയേൽ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എവിടെയാണോ ദാരിദ്ര്യമുള്ള മേഖലകൾ അത് ഫിൽ ചെയ്യപ്പെടുന്നു. ഐ നീഡ് ടു ബി റിച്ച് ഇൻ സർട്ടൻ ഏരിയാസ്. ചിലപ്പോൾ അത് നമ്മുടെ വീടിനുള്ളിലെ ബന്ധങ്ങളാകാം, അയൽബന്ധങ്ങളാകാം, നമ്മുടെ പള്ളിക്കുള്ളിലെ ബന്ധങ്ങളാകാം, നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ളിലെ ബന്ധങ്ങളാകാം. എവിടെയാണോ ദാരിദ്ര്യമുള്ള മേഖലകൾ ആ മേഖലകൾ കണ്ടെത്തുന്നത്. എന്നാൽ ഇതിന് ശക്തമായ മാതൃക ആരാണ് തരുന്നത്? അതായത് ഇങ്ങനെയൊക്കെ അനുഭവിക്കാനും റെക്കൺസൈൽ ചെയ്യാനും സാധിക്കുന്ന മാതൃക ആരാണ് തരുന്നത്? ഈ മാതൃക തരുന്നത് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ശത്രുക്കളെ പോലെ സ്നേഹിക്കാനാണ്. കർത്താവ് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനാണ്. സ്തേഫാനോസ് പഠിപ്പിച്ചതാണ്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും കല്ലെറിയുന്നവന് വേണ്ടി യാചിക്കുന്ന സ്തേഫാനോസ്. ഇതാണ് ക്രിസ്ത്യാനി. ഇങ്ങനെയാകണം ക്രിസ്ത്യാനി. When we bear the name of Christ, be Christ. നമ്മൾ യേശു കർത്താവിന്റെ പേര് വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന അഭിമാനത്തോട് പറയുന്നു. എങ്കിലും ചില നിരപ്പിന്റെ അനുഭവങ്ങൾ നമുക്ക് ദൈവവുമായി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കർത്താവ് തന്നെ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ അത് ജീവിതത്തിൽ കാണിച്ചു തരികയാണ്. ഗോഡ് റാൻ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഗോഡ് റാൻ. ഇത് നഷ്ടപ്പെട്ടു പോയ പറയും. പ്രോഡിഗൽസ് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. മുടിയനായ പുത്രനുള്ള ഭാഷയിൽ നല്ലതല്ല. നഷ്ടപ്പെട്ടു പോയ മകനെ കാണുമ്പോൾ പിതാവ് ഓടിച്ചെന്ന് ആശ്ലേഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഗോഡ് റാൻ എന്ന് പറയുന്നത്. പിതാവിന്റെ സ്നേഹം അങ്ങനെയാണ്. അതായത് മനുഷ്യന്റെ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന, പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന യേശു ക്രിസ്തു, അവൻ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന യേശു ക്രിസ്തു, എല്ലാ സാഹോദര്യ ബന്ധങ്ങൾക്കും മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്.
നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി ആഗ്രഹിക്കുന്നു, നമ്മുടെ അനുതാപത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, നമ്മുടെ നിരപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നു കർത്താവായ യേശു. രണ്ടാമത്തെ ചിന്ത നമുക്ക് വളരെ പരിചിതമായി പഴകി നാം പറയുന്ന വാക്കുകൾ ഒന്നും പുതുമയില്ലാത്ത കാര്യമാണ്. പക്ഷെ ആഴമായ ചിന്തകൾ വേണ്ട ഒന്ന്. രണ്ട്, മാനസാന്തരം, റിപ്പന്റൻസ്. അത് യാക്കോബിന്റെ ജീവിതത്തിൽ അത് ഒന്നൊന്നര മാനസാന്തരം, ചെറിയ മാനസാന്തരം, അത് ഒന്നൊന്നര മാനസാന്തരം. അതായത് സഭയെ മുടിപ്പിച്ച്, സഭയെ ഉപദ്രവിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കർത്താവിന്റെ ഏറ്റവും വീര്യമുള്ള മിഷണറി ആയി തോന്നുന്നത് പോലെ എല്ലാം നഷ്ടപ്പെട്ട് പരാജയനായി ജ്യേഷ്ഠനോട് സകല ചതിയും വഞ്ചനയും ചെയ്തു യാക്കോബ് 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏശാവിനെ കാണുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ യാക്കോബിന്റെ മാനസാന്തരം. അപ്പോൾ മാനസാന്തരത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടലുമുണ്ട്, നമ്മുടെ വില്ലിങ്നെസ്സും. നമ്മളുടെ വില്ലിങ്നെസ്സില്ലാതെ നമുക്ക് പൂർണ്ണമായും മാറാൻ സാധിക്കും. നമുക്ക് ചില വാക്യങ്ങളിലൂടെ വായിക്കണം, ചേർത്ത് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. അവിടെ നമുക്കറിയാം ബഥേൽ സംഭവമാണ്. യാക്കോബ് ഒരു ദർശനത്തെ കാണുന്നു. എന്താണ് ദർശനം? ഒരു ഗോവേണി ഒരറ്റം ഭൂമിയിലും ഒരറ്റം സ്വർഗത്തിലുമാണ്. ദേവാലയത്തെ കുറിച്ച് ഏറ്റവും സുന്ദരമായി പഠിപ്പിക്കുന്ന വേദഭാഗമാണ്. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമില്ല. ഇത് ഭയങ്കരമായ സ്ഥലം. How awesome is this place? This is none other than the gate of heaven. ഇത് സ്വർഗത്തിന്റെ വാതിലാണ്. ദേവാലയത്തെ കുറിച്ച് വളരെ ഗൗരവമായി യാക്കോബ് ദർശനത്തിലൂടെ പഠിപ്പിക്കുന്ന, വചനം പഠിപ്പിക്കുന്ന ഭാഗം കൂടിയാണ്. എന്നാൽ യാക്കോബ് ദൈവത്തോട് പറയുന്ന ചില നേർച്ചകളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 20-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം. യാക്കോബ് നേർച്ച പറഞ്ഞു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായി. പിന്നീട് പ്രകാരം കൊടുക്കുന്നതിനെ കുറിച്ച്, ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച്, എനിക്ക് സ്ഥലത്തിൽ ഞാൻ ദശാംശം തരും, ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയമാകുമെന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ യാക്കോബ് ഈ നേർച്ച നേരിടുന്നത് എപ്പോഴാണ്? തന്റെ വീട് വിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി, പരാജിതനായി, വഞ്ചിച്ചിറങ്ങി തോൽവിയേറ്റവനായി ലാബാന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ദൈവത്തോട് വലിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യാക്കോബ് മടങ്ങി വരുന്നത് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടല്ല, എല്ലാം നേടിയവനായിട്ടാണ്. എല്ലാം നേടിയവനായി മടങ്ങി വരുമ്പോഴും യാക്കോബിന്റെ ഹൃദയത്തിൽ കാലങ്ങളായി സൂക്ഷിച്ചൊരു നോവുണ്ടായിരുന്നു. ആ നോവ് ജ്യേഷ്ഠനുമായി നിരപ്പിലായില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടോ നമ്മളിൽ ഈ നോവ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് യഥാർത്ഥമായ മാനസാന്തരമില്ല. നമുക്കറിയാം, നമുക്കെതിരെ പ്രവർത്തിച്ചവരോട്, നമ്മളോട് വിദ്വേഷമുള്ളവരോട് നമ്മൾ ക്ഷമിക്കും, പൊറുക്കും എന്നൊക്കെ പറയുമ്പോഴും അതിലൊരു ഗ്രാഫ് നമ്മൾ നിശ്ചയിച്ചു. അതായത് എല്ലാവരോടും പൊറുക്കാനായിട്ട് ബുദ്ധിമുട്ട്, എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് ബുദ്ധിമുട്ട്. നമ്മൾ ഈ മാനസാന്തരപ്പെട്ടവരാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ മാനസാന്തരത്തിനകത്ത് അല്പമൊക്കെ കള്ളത്തരമുണ്ട്. അത് ശരിയായ മാനസാന്തരം. അത് നമുക്ക് പുതിയ അധ്യായം വായിക്കുമ്പോൾ കാണാം. യാക്കോബിന്റെ മാനസാന്തരം ചെറിയ മാനസാന്തരമായിരുന്നില്ല. യാക്കോബിന്റെ മാനസാന്തരം വലിയ മാനസാന്തരം തന്നെയായിരുന്നു. അതായത് ചതിയനായ യാക്കോബ്, നമ്മൾ യാക്കോബിന്റെ ചരിത്രമാണ് പഠിക്കുന്നത്. ചതിയനായ യാക്കോബ്, വഞ്ചിച്ച യാക്കോബ് ജ്യേഷ്ഠനെ കാണുമ്പോൾ വിളിക്കുന്ന പേര് യജമാനനെ. അത് വെറും വിളിയല്ല. വീട് വിട്ടിറങ്ങിപ്പോയ യാക്കോബ്, എല്ലാം നഷ്ടപ്പെടുത്തിയ യാക്കോബ്, പരാജിതനായ യാക്കോബ് എല്ലാം നേടി തിരിച്ചു വരുമ്പോൾ തന്റെ ജീവിതത്തിലെ യഥാർത്ഥമായ സമ്പത്ത്, താൻ നേടേണ്ടിയിരുന്ന സമ്പത്ത് തന്റെ ജ്യേഷ്ഠനുമായി നിരപ്പിലാകണം എന്നുള്ളതായിരുന്നു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് യജമാനനെ എന്ന് വിളിക്കുന്നത്. 12-ാം അധ്യായം ഏശാവിനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യാക്കോബിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. 33-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യജമാനനെ, ഞാൻ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖത്തെ പോലെ. എന്നാണോ നമുക്ക്
ചുറ്റുമുള്ള ജീവിതങ്ങളെ കണ്ടിട്ട് നിന്റെ മുഖം ഞാൻ ദൈവത്തിന്റെ മുഖത്തെ പോലെ കാണുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഡിവൈൻ എക്സ്പീരിയൻസിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോഴാണ് നമ്മൾക്ക് ഐക്യവും സാഹോദര്യവും സാധ്യമാകുന്നത്. അതായത് പോളറൈസേഷൻ ഉള്ള ലോകമാണ്, വേർതിരിവുള്ള ലോകമാണ്, വിഭജനങ്ങളുള്ള ലോകമാണ്. നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, പുകഴ്ചയുടെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഈ ലോകത്തിൽ നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെ കണ്ടിട്ട് ഞാൻ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖത്തെ പോലെ കാണുന്നു എന്ന് പറയാൻ സാധിക്കും. പെനിയേൽ സംഭവം ദൈവത്തിന്റെ ഈ വിശ്വസ്തതയ്ക്ക് അക്നോളജി എന്ന ഭാഗം കൂടിയാണ്. He was acknowledging the faithfulness of God. ദൈവം നടത്തിയ വഴികളെ അക്നോളജ് ചെയ്യും കൂടിയാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെ യാക്കോബിന്റെ ജീവിതം ഇതൊരു കഥ പോലെ പറയേണ്ടതൊന്നുമല്ല. യാക്കോബ് ഏശാവ് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിടപ്പുണ്ട്. യാക്കോബിനെ പോലെ ദൈവം അനുഗ്രഹിച്ച ചില സമയങ്ങളുണ്ട്, ഒന്നുമില്ല എന്ന്. 4 വർഷം ഞാൻ ദുബായിൽ പ്രവർത്തിക്കുമ്പോൾ ധാരാളം പ്രവാസികളെ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതം പറയുമ്പോൾ അവർ പറയുന്നു, കർത്താവ് അച്ഛാ, ഒന്നുമില്ലാത്തവനായി ഈ മരുഭൂമിയിൽ വന്നതാണ്, ഒന്നുമില്ലായിരുന്നു. പക്ഷെ മടങ്ങി പോകുമ്പോൾ യാക്കോബിനെ പോലെ ധനവാനായിട്ടാണ് പറയുന്നത്. ഇല്ലായ്മയിൽ നടത്തിയ ദൈവത്തെ നാം മറന്നുപോയി. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പഴയ ദൈവത്തിൽ മനുഷ്യന്റെ വലിയ പാപമായി പറയുന്നത് ദൈവത്തെ മറന്നു എന്നതാണ്. യാക്കോബിനെ പോലെ പരാജയപ്പെട്ടവരായും തോൽവിയേറ്റവരായും അനേകരെ വഞ്ചിച്ചവരായും അനേകരോട് പൊറുക്കാത്ത പാപങ്ങൾ ചെയ്തവരായും ജീവിച്ചിട്ടുണ്ട്. ഒരു മടങ്ങി വരവ് സാധ്യമാകാതെ, യഥാർത്ഥമായ മാനസാന്തരമില്ലാതെ ജീവിച്ചു പോയ കുറവുകളെ ഏറ്റുപറയേണ്ട സാഹചര്യം കൂടിയാണ് കൺവെൻഷൻ. സമ്മാനങ്ങൾ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. യാക്കോബ് ഏശാവിനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്ന അങ്ങനെയാണ്. സമ്മാനങ്ങൾ കൊടുത്തിട്ടാണ്. ആടുമാടുകളെയും ദാസിദാസന്മാരെയും മുമ്പേ അയച്ചിട്ട് പറയുന്നുണ്ട്, ആ ഏശാവിനെ കാണുമ്പോൾ നീ പറയണം, നിന്റെ സഹോദരനായ യാക്കോബ് തന്നയച്ചതാണ്. എന്നാൽ ഈ സമ്മാനങ്ങളൊന്നും വാങ്ങാതെ തിരികെ വരുന്ന ഏശാവ് യാക്കോബിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആവശ്യത്തിനുണ്ട്. 1-ാമത്തെ വാക്യം 3-ാം അധ്യായം, സഹോദര, എനിക്ക് വേണ്ടുന്നതുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ. നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിദ്യാഭ്യാസത്തിന് നിവൃത്തിയില്ലാതെ പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ടാകും. ചികിത്സിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ ധാരാളം നമ്മുടെ ചുറ്റുപാടുകളുണ്ടാകും. നമ്മുടെ സമൂഹത്തിൽ തന്നെ വേദനയിലും ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ടാകും. എപ്പോഴാണോ നമ്മുടെ കൂട്ടായ്മ അവരിലേക്ക് എത്തിച്ചേരുന്നത്, അപ്പോഴാണ് നമ്മൾ സത്യക്രിസ്ത്യാനികളാകുന്നത്. യേശാവിനോട് യാക്കോബ് പറയുന്നുണ്ട്, യജമാനനെ നീ എനിക്ക് മുന്നമേ പ്രയാണം ചെയ്താലും. ആരാണ് പറയുന്നത്? ചതിയനായ യാക്കോബാണ് പറയുന്നത്. യാക്കോബിന് മാനസാന്തരമില്ല. ജ്യേഷ്ഠനെ യജമാനൻ എന്ന് വിളിക്കാൻ സാധിക്കും. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ 1 സെന്റ് വസ്തുവിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, നൽകിയ പണത്തിന്റെ പേരിൽ അപമാനത്തോടും നാണക്കേടും ജീവിക്കുന്ന ധാരാളം ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് സ്വന്തം ജ്യേഷ്ഠന്റെ മകന്റെ വിവാഹം നടക്കുമ്പോൾ കൂടെ പിറന്നവരെ വിളിക്കാത്ത, ക്ഷണിക്കാത്ത കല്യാണങ്ങൾ. ഒരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛാ, എന്റെ അനിയന്റെ മകളുടെ കല്യാണം, പെർമിഷൻ പറഞ്ഞു, അനിയന്റെ മകളുടെ കല്യാണം, എന്നെ വിളിച്ചില്ല. എന്റെ നെഞ്ച് പൊടിയുകയാണ്. എന്തെല്ലാം ശങ്കരമുണ്ട്. സ്വന്തം മക്കളെ പോലെ കാണുന്ന ഒരു പിതാവ് പറയുക, അച്ഛൻ എന്റെ നെഞ്ച് പൊടിയുക, എന്റെ അനിയന്റെ മകളുടെ വിവാഹത്തിൽ എനിക്ക് പോകാൻ സാധിക്കും, എന്നെ ക്ഷണിച്ചു. എന്താണ് ക്രിസ്ത്യൻ? ആരാണ് ക്രിസ്ത്യൻ? അതായത് പൊറുക്കാനും ക്ഷമിക്കാനും നമുക്ക് പറ്റുന്നില്ല. അതായത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടാകുന്നില്ല. ഉപരിപ്ലവമായി ചിന്തിച്ചാൽ ആലപ്പുഴയിലെ ക്രിസ്ത്യാനികളും ഞാനും നിങ്ങളും എല്ലാവരും നല്ലതാണ്. പക്ഷേ നമ്മളിൽ ഉണക്കേണ്ട ചില മുറിവുകൾ ഉണ്ട് എന്ന് നമ്മൾ മറന്നു. ക്രിസ്ത്യാനി പ്രമാണങ്ങളോടുകൂടി ജീവിക്കേണ്ടവരാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളോടുകൂടി ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ഭാഷ, നമ്മുടെ വസ്ത്രം, നമ്മുടെ ജീവൻ കണ്ടിട്ട് നീ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയണം. ഒരു സമൂഹം പറയണം. ആ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. യാക്കോബിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു ദശാംശത്തെ കുറിച്ച് പറയുമ്പോൾ അത് ദേവാലയത്തിൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം?
അതായത് ദരിദ്രന്റെ പരിരക്ഷ ദേവാലയത്തിന്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. ദരിദ്രനെ സംരക്ഷിക്കേണ്ടതും പരിരക്ഷിക്കേണ്ടതും ദേവാലയമാണ്. ദേവാലയം ഒരു ദേശത്തിന്റെ അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ അത് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ പള്ളികളിൽ ഒരാൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അവൻ ചത്താലും അവന് കിട്ടത്തില്ല. അത് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് മനുഷ്യൻ ദേവാലയത്തിന് പണം കൊടുക്കുന്നത് പോലും നിർത്തുന്നത്. ഈ സമൂഹത്തിലെ ദരിദ്രനെ പരിരക്ഷിക്കുവാൻ ഒരു ദേവാലയത്തിന് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ പ്രമാണങ്ങളോടുകൂടി ജീവിക്കണം. വെറുതെ ജീവിച്ചാൽ പ്രമാണങ്ങളോടുകൂടി. പോർണിയച്ചന്റെ രഹസ്യം എന്ന് പറയുന്ന ഭാഷാന്തരം ചെയ്ത ഒരു പുസ്തകം അൽഫോൺസ് ഗോദെ എന്ന മനുഷ്യനാണ്. ഫ്രാൻസിൽ ധാരാളം വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഗോതമ്പ് കർഷകരെ കുറിച്ചാണ്. ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ ചില ഗോതമ്പ് കർഷകർ അവർ സ്ഥിരമായി ഗോതമ്പ് പൊടിച്ചു വിൽക്കും. അതിന് പുതിയ പുതിയ മെഷീൻസ് ഒക്കെ വന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ വന്നപ്പോൾ ഒരു കിഴവൻ, അതായത് സമൂഹത്തിന്റെ രീതികളോട് ചേർന്ന് പോകാത്ത ഒരു കിഴവൻ, താൻ ഒരിക്കലും പുതിയ മെഷീൻസ് വാങ്ങിക്കില്ല എന്ന് തീരുമാനിച്ചു. ഗ്രാമം മുഴുവൻ അയാളെ ശ്രദ്ധിക്കുകയാണ്. എല്ലാ ദിവസവും അയാൾ ഗോതമ്പ് ചാക്ക് കൊണ്ട് നടക്കും, വണ്ടിയിൽ കെട്ടിക്കൊണ്ടു പോകും, അയാളുടെ ഫാക്ടറിയിലേക്ക് പോകും. എല്ലാവരും വിചാരിച്ചത് ഈ സമൂഹത്തിന്റെ ഗതിയോട് പ്രതിരോധിക്കുന്ന മനുഷ്യനായിട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു ഗ്രാമം മുഴുവൻ തിരിച്ചറിയുകയാണ്, ഈ മനുഷ്യൻ വളരെ സാധുവായ മനുഷ്യനായിരുന്നു. അയാളുടെ ഫാക്ടറി എന്നേ നിന്നുപോയി. എല്ലാ ദിവസവും ചാക്കുകെട്ടിനകത്ത് കൊണ്ടുവന്ന് ഗോതമ്പല്ല, അത് വെറും വേസ്റ്റ് ആയിരുന്നു. ആ ഗ്രാമം മുഴുവൻ ആ ഫാക്ടറി ഏറ്റെടുക്കുന്നതാണ് പുസ്തകം പറയുന്നത്. അതായത് സമൂഹം എങ്ങനെ വേണമെങ്കിലും മുമ്പോട്ട് പോകാം, ഒരു ക്രിസ്ത്യാനി അങ്ങനെ ജീവിക്കാൻ പാടില്ല. ഈ സമൂഹത്തിൽ ലഹരി ഉണ്ടാകാം, അത് നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഈ സമൂഹത്തിൽ നശിച്ചവരുണ്ടാകാം, പാപവഴികളിൽ ജീവിക്കുന്നവരുണ്ടാകാം. ഒരു ക്രിസ്ത്യാനി പ്രമാണങ്ങൾ വിട്ട് ഇടപെടാൻ പാടില്ല. നമുക്ക് ചുറ്റും ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്നവരാകാം, പണത്തിന് വേണ്ടി ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്നവരാകാം, ആർജിച്ചെടുക്കുന്നവരാകാം, വിട്ടുകൊടുക്കാത്തവരാകാം, നഷ്ടപ്പെടുത്താത്തവരാകാം. ഒരു ക്രിസ്ത്യാനി അവരനെ കാണാതെ, അവരൻ എന്ന വാക്ക് തന്നെ തെറ്റാണ്, എന്റെ തന്നെ ഉണ്മയാണെന്ന് പറയുന്നിടത്താണ് സാഹോദര്യം തന്നെ സാധ്യമായിരിക്കുന്നത്. അതായത് എന്റെ കൂടെ ആരാധിക്കുന്നവൻ എന്റെ ഉണ്മയുടെ ഭാഗം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അവിടെയാണ് നമ്മുടെ ജീവിതം സാധ്യമാകുന്നത്. വളരെ കണ്ടീഷണലായി ഇടപെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വലിയൊരു സാഹോദര്യ ബന്ധത്തെയാണ് ഏശാവും യാക്കോബും ഓർമ്മപ്പെടുത്തുന്നത്. ഏശാവ് തന്നെ വഞ്ചിച്ചിട്ടും യാക്കോബിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. 400 പേരുകൊണ്ട് ഏശാവ് വരുന്നത് യുദ്ധം ചെയ്യാനല്ല, സഹോദരനെ സ്വീകരിക്കാനാണ്. യാക്കോബ് തന്റെ ജ്യേഷ്ഠനെ വഞ്ചിച്ചിട്ടും യാക്കോബിന്റെ ഒരു മടങ്ങി വരവ്, അതിലൊന്നൊന്നര മാനസാന്തരത്തിന്റെ വരവ്. യജമാനനെ, നിന്റെ മുഖം ഞാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 27-ും 28-ും അധ്യായം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ വിശുദ്ധ ചരിത്രമാണ്. 27-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലനോട് 21-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനോട് ആവശ്യപ്പെട്ടു, നീ റോമിൽ പോയി, യെരുശലേമിൽ പോയി സുവിശേഷം അറിയിച്ചതുപോലെ നീ റോമിലും പോയി സുവിശേഷം അറിയിക്കണം. 27-ാം അധ്യായം ആരംഭിക്കുന്നത് ഇറ്റലിയിലേക്ക് യാത്ര ചെയ്യുന്ന അപ്പോസ്തലനെ കുറിച്ചാണ്. എന്നാൽ ആ യാത്ര തടവുകാരനായിട്ടാണ്, തടവ് പള്ളികളോട് ചേർന്നാണ്, ക്രിമിനൽസിനോട് ചേർന്നാണ്. 27-ും 28-ും അധ്യായങ്ങൾ കപ്പൽ ഛേദം, ഈശാനം ഒഴുകാനടിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നതാണ്. 27-ും 28-ും അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒപ്പം യാത്ര ചെയ്ത ഈ തടവുകാരോടും പൗലോസ് അപ്പോസ്തലൻ അത് സുവിശേഷം പങ്കിടാനുള്ള അവസരമാക്കി മാറ്റുകയാണ്. 22-ാം അധ്യായം ക്രേത്ത ദ്വീപിൽ ബർബരന്മാർ, മനുഷ്യനെ എത്തുന്ന കാനിബൽസ് എന്ന് വിളിക്കാവുന്ന ബർബരന്മാരുടെ ദേശത്ത് ചെല്ലുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ അത് സുവിശേഷം പങ്കിടാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങളാക്കി മാറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് വലിയ പാഠമായി മാറേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കീർണമായ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലും എല്ലാ പ്രതിസന്ധികളെയും അത് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാക്കി മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതൊരു കണ്ടീഷണലായി ഇടപെടുന്നതിനകത്തല്ല, അൺകണ്ടീഷണലായി ഇടപെടുന്നതിലാണ് ഒരു ക്രിസ്ത്യാനിയുടെ സൗന്ദര്യം, അവന്റെ ലാവണ്യമുള്ള വാക്കുകൾ,
അതെല്ലാം അൺകണ്ടീഷണലായി സ്നേഹിക്കാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ധാരാളം മാതൃകകളുണ്ട്. സിസ്റ്റർ റാണിമരിയുടെ കുടുംബം, അതായത് സിസ്റ്ററെ കൊന്ന മനുഷ്യനോട് പോലും മകനെ പോലെ സ്നേഹിക്കാനും കരുതാനും സ്വീകരിക്കാനും സാധിക്കുക. ഗ്രഹാം സ്റ്റെയിൻസിന്റെ കുടുംബം അതിക്രൂരമായി ഇടപെട്ടിട്ടും ഒരു സമൂഹത്തോട് പൊറുക്കാൻ സാധിക്കുക. ധാരാളം ആളുകൾ അവരുടെ ക്രിമിനൽ സ്വഭാവം വിട്ട് കർത്താവിന്റെ വലിയ സാക്ഷികളായിട്ട് മാറിയതൊക്കെ വായിച്ചിട്ടുണ്ട്. കൃഷ്ണന്മാരുടെ ചരിത്രമൊക്കെ വായിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെ ചില നിർണായക നിമിഷങ്ങളെ ചില വിട്ട് ഉപേക്ഷിച്ച് പുതിയ മനുഷ്യരായിട്ട് വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു മലയാളിയുടെ, ഒരു സുറിയാനി ക്രിസ്ത്യാനിയുടെ, ഒരു ക്രിസ്ത്യാനിയിൽ അഭിമാനിക്കുന്നവന്റെ ഭാഷ, ഇതെല്ലാം മഹാത്മാക്കൾക്കുള്ളതാണ്. ഇതൊന്നും എനിക്ക് പറ്റിയതല്ല. ഓർക്കുക, ക്ഷമിക്കുക, ചേർത്ത് നിർത്തുക, നമുക്കെതിരെ കേസ് കൊടുത്തവരോട് ചേർത്ത് നിർത്തുക, അവർ പൊറുക്കാൻ തയ്യാറാണ്. ഇതെല്ലാം മഹാത്മാക്കൾക്ക് പറ്റിയത്. എന്നാണോ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിൽ യാക്കോബിനെ പോലൊരു മാനസാന്തരം ഉണ്ടാകുന്നത്, അപ്പോഴാണ് നാം സത്യക്രിസ്ത്യാനിയായി. അപ്പോഴാണ് നാം സത്യക്രിസ്ത്യാനിയായി. ഒരു ക്രിസ്ത്യാനിയുടെ ഭാഷയും ഒരു ക്രിസ്ത്യാനിയുടെ സമീപനവും ഒരു സമൂഹത്തെ ചലഞ്ച് ചെയ്യണം. അങ്ങനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നാം വേദവസ്ത്രം പിടിച്ച് യാത്ര ചെയ്യുന്നവരാണെന്ന് പറയാൻ പറ്റില്ല. എന്നാണോ താൻ ക്രിസ്ത്യാനിയെ പോലെ പെരുമാറുന്നത്, ക്രിസ്തുവിനെ ധരിക്കുന്ന, ക്രിസ്തുവിനെ വഹിക്കുന്നവരായി ജീവിക്കുക. എന്നാണ് നാം ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. ഈ കൺവെൻഷൻ നടത്തുന്നതിന് ഉദ്ദേശമുണ്ട്. ഞാൻ ഈ കൺവെൻഷനെ വിമർശിക്കാൻ വന്നതാണ്. എല്ലാ കൺവെൻഷനുകളും എന്താണ് ഇതിന്റെ ഉദ്ദേശം? അത് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നത് പോലെ ഒരു പ്രോഗ്രാമാണ്. അതോ നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില പരിവർത്തനങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ട് പാടുന്നതാണ്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. എന്ത് രസമാണ്! യേശുവെ പോലെയാണ്, യേശുവെ നോക്കി പാടുന്നതിനേക്കാളും പാടാണ് ജീവിക്കുന്നത്. എന്നാൽ അത് ജീവിക്കുന്നില്ല എങ്കിൽ നാം ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായി തീരും. നിന്റെ മുഖം ഞാൻ ദൈവത്തിന്റെ മുഖത്തെ പോലെ. ഇതാണ് യഥാർത്ഥമായ സാഹചര്യം. കർത്താവ് ഏശാവിന്റെയും യാക്കോബിന്റെയും ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളിലെല്ലാം ചില ഏശാവുകളുണ്ട്, ചില യാക്കോബുകളുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ കുറവുകളായി കണ്ടെത്തേണ്ട ചില മേഖലകളുണ്ട്. ഇന്നുവരെയും പൊറുക്കാത്ത, ക്ഷമിക്കാത്ത ചില ജീവിതങ്ങൾ നാം ദൃഷ്ടിക്കുന്നു. ദൈവത്തോട് നാം നിരപ്പിലാകേണ്ട ഒരു സമയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ സമാപന യോഗത്തിൽ നാം ജീവിക്കുന്നു. നാം ഈ വചനം കേൾക്കുന്നു. കർത്താവേ, പക്ഷിപ്പോയി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പാപവഴികളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാതലൊരുക്കി ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് കാത്തിരുന്നത് പോലെ നമ്മുടെ നിരപ്പിനായി, നമ്മുടെ അനുതാപത്തിനായി, നമ്മുടെ വിടുതലിനായി, നമ്മുടെ ടേണിംഗ് പോയിന്റിന് വേണ്ടി, മടക്കയാത്രയ്ക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു. ദൈവത്തോട് നാം അത്ഭുതം നടത്തുന്നത് ഈ ഒരു അനുഗ്രഹത്തിലാണ്. കർത്താവേ, എനിക്ക് സമ്പന്നനായി തീരുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ ഞാൻ സമ്പന്നനാണ്. I need to be rich in my relationship. എന്റെ ബന്ധങ്ങളിൽ ഞാൻ സമ്പന്നനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ പൊറുക്കാതെ പോയ ചില മേഖലകളിൽ ഞാൻ സമ്പന്നനാണ്. എനിക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളോട് ഞാൻ നിന്റെ മുഖം ദൈവത്തിലെ പോകുന്നതാണ്. യജമാനെ, നീ എനിക്ക് മുന്നേ പ്രയാണം ചെയ്യും. നമ്മുടെ ജീവിതം ഒരു സത്യക്രിസ്ത്യാനിയായ, യഥാർത്ഥമായ ക്രിസ്ത്യാനിയുടെ ജീവിതം ഈ ലോകത്തിൽ നൽകുവാൻ സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കൺവെൻഷൻ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.